അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. റൗണ്ട് ഓഫ് 16 ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തീർക്കണം. ഞാനത് നേരത്തെ വിചാരിച്ചതാ. അവസരമൊത്ത് വരട്ടെ. ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് പരാഗ്വേക്കെതിരെ കളിക്കുന്നത്. എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. ഇവനാ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നോണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര്. മതിയടാ, ഇവിടുത്തെ ജോലിയും താമസമൊക്കെ മതി, നമുക്ക് പോവാം. വാടാ. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീൽ വേഴ്സസ് നോർവേ പോരാട്ടം. തെണ്ടികളെല്ലാം ചളവാക്കുന്നു തോന്നേ. അങ്ങനെ നീ പെൻ ചേട്ടന്റെ അടുത്ത് ഇരിക്കാറായിട്ടില്ല. എന്റെ ലൈഫ് വളരെ സിമ്പിൾ ആണോ? ഇതാണോ സിമ്പിൾ? എഴുന്നേക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. അന്ന് പുലർച്ചെ 5:30 മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരവല്ലേ? എടി പെണ്ണെ, കെട്ടി വീട്ടിൽ കൊണ്ടുപോട്ടെ ചേട്ടൻ. നീ മിടുക്കനാ. ഞാൻ ഒന്നും നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. But you have bloody impressed me. ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ 12:30 പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും മറക്ക തുറക്കും. എന്നെ കൊണ്ടിട്ട് ഉന്നാലെ നിമ്മതി ഇറക്കാൻ മുടിയാത്. എൻ പിന്നാടി പെരിയ ഒരു ഉലകമേ ഇருக்கு ജയിലർ. ഇതൊരു പെരിയ നെറ്റ്വർക്ക്. ജൂലൈ 7 പുലർച്ചെ 5:30 ആതിഥേയരായിട്ടുള്ള USA ബെൽജിയവുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. പക്ഷെ അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. നീ കണ്ണനെ കണ്ടിട്ടുള്ളൂ, കണ്ണമ്പായിയെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അന്ന് രാത്രി ജൂലൈ 7 രാത്രി 9:30 അർജന്റീന ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം. അവരുടെ റൗണ്ട് ഓഫ് 16 പോരാട്ടം ഈജിപ്തിനെതിരെ. കാണുമ്പോ ആട്ടി പുറത്താക്കുമെന്നാ കരുതിയത്. അത് നീ ചെയ്തില്ല. അത് നിന്റെ വലിയ മനസ്സ്. അസ്തമയം ഒന്നിന്റെയും അവസാനമല്ല, മറിച്ചൊരു തുടക്കമാണ്. പുതിയൊരു പുലരിയുടെ തുടക്കം. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. നീ ഡോണിനെ കണ്ടിട്ടുണ്ടോടാ? കാണിച്ചു കൊടുക്കടാ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടില്ലേ? അതാണ് ഞങ്ങളുടെ ഡോൺ. അവനെ പോലെ അവൻ മാത്രമേ ഉള്ളൂ. അപ്പാപ്പന് പേടിയാ. ചേട്ടാ, ഇനി എന്ത് ചെയ്യും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, മുങ്ങിക്കോടാ. അന്ന് പുലർച്ചെ 1:30 എന്ന് പറഞ്ഞാൽ ജൂലൈ 8 പുലർച്ചെ 1:30 സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിൽ വാൻകൂവറിൽ വെച്ച് ഏറ്റുമുട്ടുന്നതോടുകൂടി. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാതെ പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാൻ ഞാൻ ഈശ്വരനല്ലല്ലോ. ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെ കുറിച്ച് ചിന്തിച്ചോ? അതിന് സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ.